ഇത് മുളപ്പിച്ച റാഗിയാണ്, അത് ഫ്രൈ ചെയ്തതാണ്. നമുക്ക് ആദ്യം റാഗി ഇടാം. ഇത് പച്ച കണ്ണങ്കായയാണിത്. പച്ച കണ്ണങ്കായ നമ്മൾ ഡ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇന്നത്തെ ബിസിനസ് ഫീച്ചറിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ദീപേനാണ്. ദീപയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫേസ്ബുക്കിൽ ചെറിയൊരു വീഡിയോ ഇടുകയുണ്ടായി. നമുക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് മിക്സുകൾ ഉണ്ടാക്കലാണ് ദീപയുടെ ബിസിനസ്. ദീപയ്ക്ക് ഒരു വെബ്സൈറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ദീപയുടെ ബിസിനസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ പേര് ദീപ എന്നാണ്. സ്ഥലം കിടങ്ങറയാണ്, നിയറസ്റ്റ് ചങ്ങനാശ്ശേരി. എൻ്റെ സംരംഭത്തിൻ്റെ പേര് സ്പൈസോക്രാഫ്റ്റ് എന്നാണ്. ഒരു 4 വർഷമായി ഞാൻ ഈ സംരംഭം തുടങ്ങിയിട്ട്. കൂടാതെ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, spiceocraft.com എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. പിന്നെ നമുക്ക് ഇതിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള കുറേ പ്രോഡക്റ്റുകളുണ്ട് നമ്മുടെ വെബ്സൈറ്റിലൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഹെൽത്ത് മിക്സ് ആണ്. നമ്മുടെ ഈ ഹെൽത്ത് മിക്സ് ഒരു 9 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ മില്ലറ്റ്സ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മില്ലറ്റ്സിൻ്റെ ഗുണങ്ങൾ ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. മില്ലറ്റ്സ് നമുക്ക് പതിവായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹെൽത്ത് മിക്സ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഇത് നമ്മൾ റാഗിയാണ്, ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത റാഗിയാണ്. ഇത് മുളപ്പിച്ച റാഗിയാണ്, അത് ഫ്രൈ ചെയ്തതാണ്. നമുക്ക് ആദ്യം റാഗി ഇടാം. ഇത് മണിച്ചോളമാണ്, ബാജറ എന്നൊക്കെ പറയുന്നതാണ് മണിച്ചോളം. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തതാണ്, ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത ഇത് ഫ്രൈ ചെയ്ത ചെറുപയർ പരിപ്പാണ്, ഇത് നമുക്ക് ചേർക്കാം. ഞവര അരിയാണ്. നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം പ്രീമിയം ക്വാളിറ്റിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പച്ച കണ്ണങ്കായയാണിത്. പച്ച കണ്ണങ്കായ നമ്മൾ ഡ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഇതാണ്. 2 വയസ്സ് മുതൽ ഏത് പ്രായക്കാർക്കും നമ്മുടെ ഈ ഹെൽത്ത് മിക്സ് കഴിക്കാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് ചെറിയ കുട്ടികൾക്കായിട്ട് 6 മാസം മുതൽ 2 വയസ്സ് വരെ പ്രായക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ജൂനിയർ ഹെൽത്ത് മിക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിത് റാഗി പൗഡറാണ്. ഇത് സ്പ്രോട്ടഡ് റാഗി പൗഡറാണ്. നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി കെട്ടിവെച്ച് മുളപ്പിച്ച് നമ്മൾ നന്നായി ഫ്രൈ ചെയ്ത് പൊടിക്കുന്നതാണ് നമ്മുടെ ഈ റാഗി പൗഡർ. അത് നമുക്ക് നോർമലായിട്ടുള്ള എല്ലാ ബ്രേക്ക്ഫാസ്റ്റുകളും ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ സ്മൂത്തി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് ബനാന പൗഡറാണ്. ഇത് ബനാന പൗഡർ കൊച്ചു പിള്ളേർക്ക് കൊടുക്കുന്നത്. 2 രീതിയിലുള്ള ബനാന പൗഡർ നമുക്കുണ്ട്. ഒന്ന് നമുക്കിത് കണ്ണങ്കായ വെച്ചുകൊണ്ടുള്ള ബനാന പൗഡറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏത്തക്കായ വെച്ചുകൊണ്ടുള്ള ബനാന പൗഡറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി മസാലയുടെ കുറേ വെറൈറ്റി മസാലാസ് നമുക്കുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ്. അതുപോലെ തന്നെ ഇത് നോർമലായിട്ടുള്ള മുളക് പൊടി. പിന്നെ ഇത് നമുക്ക് മസാലക്കൂട്ടെല്ലാം റോ ആയിട്ടുള്ള മസാലക്കൂട്ടെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നമ്മൾ ഇവിടെ തന്നെ കഴുകി ഉണക്കി വൃത്തിയായിട്ട് കഴുകി ഉണക്കി നമ്മൾ പൊടിക്കുന്നതാണ്. ഇത് പുളിയാണ്, അതായത് കുടംപുളി. ഇത് നമ്മൾ 1 വർഷം മുമ്പുള്ള പുളിയാണ്. ഇത് പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉപ്പും വെളിച്ചെണ്ണയും നമ്മൾ പുരട്ടി ഒരു വർഷത്തിന് മുമ്പുള്ള പുളി പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കുട്ടനാട്ടിൽ നിന്ന് മാത്രമാണ് നമ്മളിത് സെലക്ട് ചെയ്ത് എടുത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു പ്രോഡക്റ്റ്, ഇത് വാളംപുളിയാണ്. വാളംപുളി കുരുവും നാരും എല്ലാം കളഞ്ഞ് നമ്മൾ വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന വാളംപുളിയാണ്. ഇത് ചാമയരിയാണ്. നമ്മൾ എല്ലാ റോ മില്ലറ്റ്സും നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് ചാമയാണ്. അതുപോലെ റാഗി, ചോളം എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന അനുസരിച്ചാണ് നമ്മൾ ഈ റോ ആയിട്ടുള്ള മില്ലറ്റ്സ് കൊടുക്കുന്നത്. നമുക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്ത ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ഇത് മസാലക്കൂട്ടാണ്. ഇതിനകത്ത് നമ്മൾ ജിഞ്ചർ, ഗാർലിക്, കറി ലീഫ്, ഒനിയൻ ഇത് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഒരു മസാലക്കൂടുമുണ്ട്. ഇത് ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ വെക്കാനായിട്ട് പറ്റുന്നതാണ്. ഇത് റെഡി ടു ഈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് അതായത് പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് വറുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കൂട്ടിടുക. അതിൻ്റെ കൂടെ തന്നെ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഇട്ട് നമുക്ക് കറി വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്ത ഇത് കോക്കനട്ടാണ്. ഇത് നമുക്ക് കോക്കനട്ട് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഡീഹൈഡ്രേറ്റ് ആയിട്ടുള്ള കോക്കനട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്ത ജിഞ്ചറുണ്ട്, ഗാർലിക് ജിഞ്ചർ, ഇതെല്ലാം നമ്മുടെ ഈ വെബ്സൈറ്റിലെല്ലാം അവൈലബിൾ ആണ്. ഇത് ABC പൗഡറാണ്. ഇതൊരു ഹെൽത്ത് ഡ്രിങ്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ട് പോകുന്നവർക്കൊക്കെ ഇതൊരു ഗ്ലാസ് പാലിൽ 1 സ്പൂൺ പൗഡർ ഇട്ട് കലക്കി നമുക്ക് കുടിക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, നട്ട്സ്, അതായത് കാഷ്യൂവും ബദാമും ഏലക്കായും
പിന്നെ ജാഗരി, നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ജാഗരിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഫിഷിൻ്റെ പിക്കിളാണ്. അതുപോലെ തന്നെ ഇത് ലെമൺ ഡേറ്റ്സിൻ്റെ പിക്കിളാണ്. നമ്മൾ ഈ പിക്കിൾസ് എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ വിനെഗർ ഉപയോഗിച്ചാണ്. മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നതെല്ലാം സിന്തറ്റിക് ആയിട്ടുള്ള വിനെഗറാണ്. നമ്മൾ ഇതിനകത്ത് നാച്ചുറൽ വിനെഗറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ മറ്റൊരു പ്രോഡക്റ്റാണ് ഇത്. ചട്നി പൗഡറാണ്, തേങ്ങയുടെ ചട്നി പൗഡറാണ്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 3 മാസം വരെ നമുക്കിത് ഉപയോഗിക്കാം. നമ്മുടെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ നമ്മുടെ സൈറ്റിൽ കയറി നേരിട്ട് പർച്ചേസ് ചെയ്യാം. സൈറ്റിൻ്റെ അഡ്രസ്സ് spiceofcraft.com എന്നാണ്. അതല്ലാതെ നമുക്ക് ഫോണിൽ കൂടി നമുക്ക് പർച്ചേസ് ചെയ്യാം. നമ്പർ നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ കൊടുത്ത്. അതല്ലാതെ നമുക്ക് വാട്സപ്പ് വഴിയും പർച്ചേസ് ചെയ്യാം. ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഡെലിവർ ചെയ്യുന്നുണ്ട്. 2 രീതിയിൽ നമ്മൾ ഡെലിവർ ചെയ്യുന്നുണ്ട്. ഒന്ന് COD ഉണ്ട്, ഒന്ന് അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊറോണയ്ക്ക് ശേഷം എല്ലാ ആളുകളും ആരോഗ്യത്തിൽ ഭയങ്കര ശ്രദ്ധാലുക്കളാണ്. ഇതുപോലുള്ള സംരംഭത്തിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ എന്തായാലും ദീപ നമ്മുടെ കൂടെയുള്ള ഒരാൾ തന്നെയാണ്. ദീപയെ സപ്പോർട്ട് ചെയ്യുക, ദീപയുടെ പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എനിക്കൊരു ചെറിയൊരു പ്രൊഡക്റ്റ് ദീപ തരികയും ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ദീപയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.